ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ഐഫോൺ 16 Pro Max എടുക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ ഫോൾഡ് ഫോണിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നിങ്ങൾ ഐഫോൺ 16 Pro Max ആണ് എടുക്കുന്നതെങ്കിൽ 6.9 ഇഞ്ച് വരുന്ന സാധാരണ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബട്ട് ഫോൾഡ് 7 ആണെങ്കിൽ ഈ കാണുന്ന നോർമൽ ഡിസ്പ്ലേയും ഉണ്ട്, തുറന്നാൽ ഒരു വലിയ ഡിസ്പ്ലേയും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത്രയും വലിയ ഡിസ്പ്ലേ ഉണ്ടെന്ന് പറയുമ്പോഴും 227 ഗ്രാമിന്റെ വെയിറ്റ് ഉള്ള ഐഫോണിനേക്കാൾ എത്രയോ ഭേദമാണ് 215 ഗ്രാം ലൈറ്റ് വെയിറ്റ് ആയ ഫോൾഡ് 7. മാത്രമല്ല ഒട്ടനവധി അഡ്വാൻസ്ഡ് AI ഫീച്ചേഴ്സ്, ജനറേറ്റീവ് എഡിഷൻ, ഒബ്ജക്ട് റിമൂവൽ, അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളെ ഈസി ആയിട്ട് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാം ഐഫോണിനേക്കാൾ ബെറ്റർ ആയി. പിന്നെ ജെമിനിയോട് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താം. ജെമിനി, കാന്താര ചാപ്റ്റർ 2 എന്ന സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? ഒക്ടോബർ 2 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഗാലക്സി AI ഫീച്ചേഴ്സ് ആണെങ്കിൽ റിയൽ ടൈം ട്രാൻസ്ലേഷൻ, സർക്കിൾ ടു സെർച്ച്, നൗ ബ്രീഫ് ഡാഷ്ബോർഡ്, അങ്ങനെ ഒട്ടനവധി AI ഫീച്ചറുകൾ ഇതൊന്നും ഐഫോണിൽ നമുക്ക് കിട്ടത്തില്ല. മാത്രമല്ല വലിയ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിംഗ്, സൈഡ് ബൈ സൈഡ് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഫ്ലെക്സ് മോഡിൽ വെച്ചുകൊണ്ട് വീഡിയോസ് കാണാം, ക്യാമറ ഉപയോഗിക്കാം. മാത്രമല്ല 200 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ സെറ്റപ്പ് ആണ്, ഹൈ റെസൊല്യൂഷൻ ആണ്. ഇതിൽ 48 MP ഉള്ളൂ. ഇനി സിസ്റ്റം പെർഫോമൻസ് നോക്കിയാലും A18 Proയേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് 8 Lite എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അടക്കം വരുമ്പോൾ ടോപ്പ് ലെവൽ പെർഫോമൻസ് ലോങ് ടൈമിൽ ഉപയോഗിക്കാം. ഇത് എങ്ങനെ ഉണ്ടാവുന്ന സംശയം ഉണ്ടെങ്കിൽ അതിന് ഗൂഗിളിൽ കയറി ട്രൈ ഗാലക്സി എന്ന് സെർച്ച് ചെയ്യുക, സൈറ്റ് ഓപ്പൺ ചെയ്യുക, ട്രൈ എന്ന് ക്ലിക്ക് ചെയ്യുക, ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ഐഫോൺ ഗാലക്സി ഫോണായി മാറി. ഇനി നിങ്ങളുടെ 2 ഐഫോൺ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫോൾഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. വീണ്ടും ഒരു സാധാ ഫോൺ വാങ്ങിക്കാതെ സംതിങ് അഡ്വാൻസ്ഡ് ആയ ഒരു സംഭവം വാങ്ങിക്കുന്നേ AI തലത്തിലും എല്ലാ തലത്തിലും ബെറ്ററാണ്.